ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ഒരിക്കൽ കൂടി മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 2025 മെയ് മാസത്തിൽ ഡിവിഡൻഡ് നൽകുന്ന ചില പ്രധാന ഓഹരികളെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. അതായത്, ഈ കമ്പനികളുടെ ഓഹരി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലാഭവിഹിതം ലഭിക്കും. അത് ഏതൊക്കെ കമ്പനികളാണെന്ന് നോക്കാം. ആദ്യമായി നമുക്ക് BSEയുടെ വിശദാംശങ്ങൾ നോക്കാം. റെക്കോർഡ് ഡേറ്റ് മെയ് 14 ആണ്. അന്ന് നിങ്ങളുടെ കയ്യിൽ BSEയുടെ ഓഹരി ഉണ്ടെങ്കിൽ ഒരു ഓഹരിക്ക് 23 രൂപ ഡിവിഡൻഡ് ലഭിക്കും. അതായത്, ഇത് ഒരു ഓഹരിക്ക് 18 രൂപയുടെ ഫൈനൽ ഡിവിഡൻഡും BSEയുടെ 150-ാം വാർഷികത്തോടനുബന്ധിച്ച് നൽകുന്ന 5 രൂപയുടെ സ്പെഷ്യൽ ഡിവിഡൻഡും ചേർത്ത് 23 രൂപ ലഭിക്കും. OR സിസ്റ്റംസ്. ഈ സ്റ്റോക്കിന്റെ റെക്കോർഡ് ഡേറ്റ് മെയ് 14 ആണ്. ഒരു ഓഹരിക്ക് 6 രൂപ ഡിവിഡൻഡ് ലഭിക്കും. ഇത് ഇടക്കാല ഡിവിഡൻഡാണ്. BAML. റെക്കോർഡ് ഡേറ്റ് മെയ് 15 ആണ്. ഒരു ഓഹരിക്ക് 15 രൂപ ഡിവിഡൻഡ് ലഭിക്കും. ഇതും ഇടക്കാല ഡിവിഡൻഡാണ്. ഗ്രീറ്റ് ഈസ്റ്റേൺ ഷിപ്പിംഗ്. ഇതിന്റെ റെക്കോർഡ് ഡേറ്റ് മെയ് 15 ആണ്. ഒരു ഓഹരിക്ക് 5 രൂപ 40 പൈസ ഡിവിഡൻഡ് ലഭിക്കും. ഇനി നമുക്ക് SBIയുടെ കാര്യം നോക്കാം. റെക്കോർഡ് ഡേറ്റ് മെയ് 16 ആണ്. ഒരു ഓഹരിക്ക് 15 രൂപ 90 പൈസ ഡിവിഡൻഡ് ലഭിക്കും. അടുത്തതായി IEX. മെയ് 16 ആണ് റെക്കോർഡ് ഡേറ്റ്. ഒരു ഓഹരിക്ക് 1.5 രൂപ ഡിവിഡൻഡ് ലഭിക്കും. മെയ് മാസത്തിൽ ഡിവിഡൻഡ് നൽകുന്ന മറ്റൊരു ഓഹരിയാണ് ആപ്റ്റസ് ഹൗസിംഗ് ഫൈനാൻസ്. റെക്കോർഡ് ഡേറ്റ് മെയ് 16 ആണ്. ഒരു ഓഹരിക്ക് 1 രൂപ 25 പൈസ ഡിവിഡൻഡ് ലഭിക്കും. അടുത്തതായി ഡിവിഡൻഡ് നൽകുന്ന മറ്റൊരു സ്റ്റോക്ക് ഫാബ്ടെച്ച് ക്ലീൻ റൂംസിനെക്കുറിച്ച് പറയാം. റെക്കോർഡ് ഡേറ്റ് മെയ് 16 ആണ്. ഒരു ഓഹരിക്ക് 2 രൂപ ഡിവിഡൻഡ് ലഭിക്കും. ഇനി നമുക്ക് മെയ് മാസത്തിൽ ഡിവിഡൻഡ് നൽകുന്ന നർമ്മദ മേഗ്പ്ലാസ്റ്റ് നോക്കാം. റെക്കോർഡ് ഡേറ്റ് മെയ് 16 ആണ്. ഒരു ഓഹരിക്ക് 10 പൈസ ഡിവിഡൻഡ് ലഭിക്കും. ബാക്കിയുള്ള കുറച്ച് കമ്പനികൾ കൂടി പറയാം. ഗോഡ്രേജ് കൺസ്യൂമർ. റെക്കോർഡ് ഡേറ്റ് മെയ് 13 ആണ്. ഒരു ഓഹരിക്ക് 5 രൂപ ഡിവിഡൻഡ് ലഭിക്കും. IFGL റിഫ്രാക്ടറീസ്. റെക്കോർഡ് ഡേറ്റ് മെയ് 13 ആണ്. ഒരു ഓഹരിക്ക് 6 രൂപ ഡിവിഡൻഡ് ലഭിക്കും. മേനപ്പുറം ഫൈനാൻസ്. റെക്കോർഡ് ഡേറ്റ് മെയ് 15 ആണ്. ഒരു ഓഹരിക്ക് 25 പൈസ ഡിവിഡൻഡ് ലഭിക്കും. ഫൗസക്കോ ഇന്ത്യ. റെക്കോർഡ് ഡേറ്റ് മെയ് 14 ആണ്. ഒരു ഓഹരിക്ക് 25 രൂപ ഡിവിഡൻഡ് ലഭിക്കും. സുല വൈനേർഡ്സ്. റെക്കോർഡ് ഡേറ്റ് മെയ് 23 ആണ്. ഒരു ഓഹരിക്ക് 1 രൂപ 80 പൈസ ഡിവിഡൻഡ് ലഭിക്കും. ഹവോസ് ഇന്ത്യ. റെക്കോർഡ് ഡേറ്റ് മെയ് 25 ആണ്. ഒരു ഓഹരിക്ക് 6 രൂപ ഡിവിഡൻഡ് ലഭിക്കും. ലെമൺ ട്രീ. റെക്കോർഡ് ഡേറ്റ് മെയ് 23 ആണ്. ഒരു ഓഹരിക്ക് 45 രൂപ ഡിവിഡൻഡ് ലഭിക്കും. ആർച്ചൈൻ കെമിക്കൽ. റെക്കോർഡ് ഡേറ്റ് മെയ് 26 ആണ്. ഒരു ഓഹരിക്ക് 1 രൂപ 50 പൈസ ഡിവിഡൻഡ് ലഭിക്കും. പിന്നെ നമ്മുടെ ഇൻഫോസിസും ബജാജ് ഫൈനാൻസും. റെക്കോർഡ് ഡേറ്റ് മെയ് 30 ആണ്. ഇൻഫോസിസ് ഒരു ഓഹരിക്ക് 44 രൂപ ഡിവിഡൻഡും ബജാജ് ഫൈനാൻസ് ഒരു ഓഹരിക്ക് 22 രൂപ ഡിവിഡൻഡും ആണ് തരുന്നത്. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. Please note we are not SEBI registered investment advisors. The information provided in this video is for educational and informational purposes only and should not be considered as investment advice. Please consult a qualified financial advisor before making any investment decisions. ഈ വീഡിയോയിലെ വിവരങ്ങൾ അറിവിനും പഠനത്തിനും വേണ്ടി മാത്രമുള്ളതാണ്. ഇതൊരു സാമ്പത്തിക ഉപദേശമായി കണക്കാക്കരുത്. ഏതെങ്കിലും ഓഹരിയിലോ മറ്റ് സാമ്പത്തിക ഉൽപ്പന്നങ്ങളിലോ നിക്ഷേപം നടത്തുന്നതിനു മുൻപ് നിങ്ങൾ സ്വയമായി പഠനം നടത്തുക, അല്ലെങ്കിൽ ഒരു അംഗീകൃത സാമ്പത്തിക ഉപദേഷ്ടാവിന്റെ ഉപദേശം തേടുക. ഇതൊരു ഓഹരി വാങ്ങാനോ വിൽക്കാനോ ഉള്ള ശുപാർശയല്ല. ഇതുപോലുള്ള കൂടുതൽ ഓഹരി വിപണി വിവരങ്ങൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്ത എപ്പിസോഡിൽ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.